നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു പുസ്തകപ്രേമി സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പവിത്ര ഉണ്ണി, കൂട്ടക്ഷരങ്ങളുടെ എഡിറ്ററാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബാലസാഹിത്യ നോവലാണ്. ഇത്രയും പൂത്തുപോലെ വലുതായില്ലേ, ഇപ്പോഴും ബാലസാഹിത്യമാണോ വായിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമാണ് ബാലസാഹിത്യ കൃതികൾ വായിക്കാൻ. അപ്പോൾ SR ലാൽ എഴുതിയിട്ടുള്ള ഡിറ്റക്റ്റീവ് അമ്മു എന്ന പുസ്തകമാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് DC ബുക്സിന്റെ മാമ്പഴം സീരീസിലാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് കുട്ടികളുടെ ഒരു നോവലാണ്, കുട്ടികൾക്ക് രസിക്കുന്ന ഒരു നോവലാണ്. പക്ഷെ തീർച്ചയായിട്ടും മുതിർന്നവർക്കും രസിക്കുന്ന ഒരു നോവൽ തന്നെയാണ്. എനിക്കെന്തായാലും രസിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത്. SR ലാൽ തിരുവനന്തപുരം ജില്ലയിലെ കോളിയക്കോട് ജനിച്ചു. അച്ഛൻ R സോമശേഖരൻ നായർ, അമ്മ CA രേണുകാദേവി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, അബുദാബി ശക്തി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ മുഖപത്രമായ ഗ്രന്ഥലോകം മാസികയിൽ അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി ചെയ്യുന്നു. അപ്പോൾ SR ലാൽ രചിച്ചിരിക്കുന്ന ഈ നോവലിലെ നായിക എന്ന് പറയുന്നത് അമ്മു ആണ്. ഒരു ചെറിയ പെൺകുട്ടി അമ്മു, അവളുടെ ചേട്ടൻ, അവരുടെ വീട്ടിലെ പൂച്ച, അവരുടെ വീട്ടിലെ കോഴി, അങ്ങനെ ഉള്ള ഒരു നോവലാണിത്. കാണാതാകുന്ന ഒരു പശുക്കിടാവ്, അതിനെ അന്വേഷിച്ചു പോകുന്ന അമ്മു എന്ന ഡിറ്റക്റ്റീവ്, അങ്ങനെയൊക്കെ മുന്നേറുന്ന ഒരു നോവലാണിത്. രസകരമാണ്. ഈ നോവലുകളിൽ ജീവികൾ സംസാരിക്കുന്നത്, പക്ഷികളും ജീവികളൊക്കെ സംസാരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷാണി എന്നും പറഞ്ഞ രണ്ട് സ്ത്രീകളുടെ കഥയിലാണ് അതിനു മുമ്പ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ മരിയ വെറും മരിയ എന്ന നോവലിലും ജീവികൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഈ നോവലിലും അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിലൊരു ഭാഗം വായിക്കാം. അപ്പുവിനെ മുടി വെട്ടിക്കണം. അമ്മു കൂടി ചെന്നാലേ അപ്പു ബാർബർ ഷോപ്പിലേക്ക് പോകും. ഒറ്റയ്ക്ക് പോകാൻ അവന് പേടിയാണ്. ചെറുക്കന്റെ പേടി തലതെറിച്ച പെണ്ണ് കാരണമാണെന്നാണ് അമ്മാമ്മ പറയുന്നത്. അമ്മു പറയുന്ന ചാത്തന്മാരുടെ കഥയൊക്കെ അപ്പു അപ്പടി വിശ്വസിക്കും. അങ്ങനാണെങ്കിൽ കഥ പറയുന്നത് തനിക്കും പേടി വരേണ്ടതല്ലേ എന്ന് അമ്മു മറുചോദ്യം ചോദിച്ചു. പതിവ് പോലെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ അന്നേരവും അവൾ ശ്രദ്ധിച്ചിരുന്നു. നീ ഇവന്റെ ആരാ? മുടിവെട്ടുന്ന മാമൻ അമ്മുവിന് നേരെ തിരിഞ്ഞു. അയാൾ ആദ്യമായി കുട്ടികളെ കാണുകയാണ്. ഞാനിവന്റെ അനിയത്തിയാ. നിനക്ക് മുടിവെട്ടണോ? വേണ്ട, കൂട്ടുവന്നതാ. മുടിവെട്ടുന്ന മാമൻ അപ്പുവിനെ കസേരയിൽ പിടിച്ചിരുത്തി. അമ്മു പിറകിലെ കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. എങ്ങനെ വെട്ടണം? അപ്പുവിനോടായി അയാൾ ചോദിച്ചു. അവൻ അമ്മുവിനെ തിരിഞ്ഞു നോക്കി. അവളാണ് അത്തരം നിർദ്ദേശങ്ങളെല്ലാം നൽകാറ്. മുടി മുൻവശം തീർത്ത് വെട്ടരുത്, പുറക് കുറച്ച് കൂടുതൽ വെട്ടിക്കോ, നല്ല സ്റ്റൈലായിരിക്കണം. മുടി നല്ല താഴ്ത്തി വെട്ടിച്ചേക്കണമെന്നാണ് അമ്മയുടെ ആജ്ഞ. അമ്മയുടെ നിർദ്ദേശമെല്ലാം അമ്മുവിനോടാണ്. ബാർബർ ഷോപ്പിലേക്കുള്ള യാത്രയിൽ അപ്പു സങ്കടം പറഞ്ഞു. മൊട്ടയടിച്ച് തന്നാൽ എന്നെ പിള്ളേർ കളിയാക്കുമിടി. അത് കേട്ട് അമ്മുവിന്റെ മനസ്സലിഞ്ഞു. അങ്ങനെ അമ്മയുടെ നിർദ്ദേശത്തിൽ അല്പം ഭേദഗതി വരുത്തി. മുൻവശത്തെ മുടി കുറച്ച് വെട്ടിയാൽ മതി എന്ന തീരുമാനത്തിലെത്തിയത് അങ്ങനെയാണ്. മുടി വെട്ടി കഴിഞ്ഞപ്പോൾ അപ്പുവിന് സന്തോഷമായി. നല്ല സ്റ്റൈലായിട്ടുണ്ട്. അവൻ കണ്ണാടിയിൽ നോക്കി ചന്തം പരിശോധിച്ചു. തിരിച്ചു പോകുന്ന പോക്കിൽ അപ്പു കോല ഐസ്ക്രീം വാങ്ങും. അമ്മുവിന് മിഠായിയും വാങ്ങിക്കൊടുക്കും. അപ്പുവിനും അമ്മുവിനും അമ്മ ചില്ലറ പൈസ കൊടുക്കാറുണ്ട്. രണ്ടുപേർക്കും പൈസ ശേഖരിക്കാൻ കുടുക്കകളുമുണ്ട്. അമ്മുവിന് കുടുക്കയിൽ നിക്ഷേപിക്കാനൊന്നും തോന്നാറില്ല. പിറ്റേന്ന് തന്നെ മിഠായി വാങ്ങും. അപ്പു അത് സൂക്ഷിച്ചു വെച്ച് ഐസ്ക്രീം വാങ്ങും. ഇന്ന് എനിക്കും ഐസ്ക്രീം വാങ്ങിത്തരണം, അമ്മു കൽപ്പിച്ചു. പിന്നെ എനിക്കും നിനക്കും ഒരുപോലല്ലേ അമ്മാമ്മ പൈസ തരുന്നത്, നീയും കൂട്ടി വെക്കണം. തന്നില്ലേ ഞാൻ ചിലത് അമ്മയോട് പറയും. എന്ത്? നിന്റെ മണിച്ചിക്കോഴിനെ കാണാനില്ലാത്തത്? അപ്പു ഞെട്ടിത്തരിച്ചു നിന്നു. അത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഉണ്ട്. അപ്പു വഴങ്ങി. രണ്ടുപേരും കൂടി ഐസ്ക്രീം നുണഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അന്തരീക്ഷം സംഘർഷഭരിതമാണ്. അമ്മാമ്മയും അമ്മയും പറമ്പിലാകെ നടപ്പാണ്. മണിച്ചിക്കോഴി എവിടെടാ? അമ്മ അപ്പുവിന് നേരെ ചാടി. കയ്യിലൊരു മുട്ടൻ പേരക്കമ്പുമുണ്ട്. അപ്പു കൈമലർത്തി. ഇപ്പോൾ കുട്ടികളുടെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്, ബാലസാഹിത്യ കൃതികൾ വായിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ട പുസ്തകമാണ് ഡിറ്റക്റ്റീവ് അമ്മു. അല്ലെങ്കിൽ മലയാളം വായിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്ന ഒരു പുസ്തകമാണ്. വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ പറയുക. വായിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. അപ്പോൾ പുസ്തകപ്രേമി വീണ്ടും വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.